അപ്പം നമുക്ക് ഹെമിസ്ഫിയറിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഹെമിസ്ഫിയറിൻ്റെ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് നോക്കിക്കേ, എന്താ തന്നെ ഹെമിസ്പെറിക്കൽ ടാങ്ക്. ഹെമിസ്പെറിക്കൽ വന്നാൽ നിങ്ങളൊരു വാട്ടർമെലനെ മനസ്സിൽ വിചാരിച്ചോണം. വാട്ടർമെലൻ കംപ്ലീറ്റ് വാട്ടർമെലൻ അല്ല, ഹാഫ് വാട്ടർമെലൻ. അയൺ ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. 1 സെൻറ്റിമീറ്റർ തിക്നെസ് ഉണ്ട്. 1 സെൻറ്റിമീറ്റർ തിക്നെസ് ഉണ്ട്. അപ്പം എന്താണ് നമ്മുടെ ആ വാട്ടർമെലൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, ആ നമ്മൾ അകത്തെ ജ്യൂസി പോർഷൻ റെഡ് കളറിലെ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ മിച്ചം കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു തൊണ്ടിൻ്റെ ആ പോർഷൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ ഇത് ഇത്രയും കനം 1 സെൻറ്റിമീറ്റർ ആണ്. ഇന്നർ റേഡിയസ് തന്നിട്ടുണ്ട്. ഇന്നർ റേഡിയസ് എന്ന് വെച്ചാൽ എന്താ, ആ റെഡ് കളറുള്ള ആ പോർഷൻ ഇല്ലേ, അതിൻ്റെ റേഡിയസ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെ. കാര്യം ബാക്കി അതിൻ്റെ തോട. അപ്പോൾ ഇതെന്താ 1 മീറ്റർ എന്ന് തന്നു. 1 മീറ്ററിന് നമ്മൾ എഫക്റ്റീവ്ലി എന്തെന്ന് എഴുതും, 100 സെൻറ്റിമീറ്റർ. എന്തുകൊണ്ട്, തൊട്ട് മുമ്പ് പറഞ്ഞവൻ സെൻറ്റിമീറ്ററിലാണ് തന്നെ അല്ലേ, അതുകൊണ്ട്. ചോദ്യം എന്താ, വോളിയം ഓഫ് അയൺ എന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർമെലനുമായിട്ട് ലിങ്ക് ചെയ്തിരുന്ന വാട്ടർമെലൻ്റെ ആ തോടില്ലേ, അകത്തെ റെഡ് കളറിലെ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുള്ള മിച്ചമുള്ള സാധനമില്ലേ, അതിൻ്റെ വോളിയമാണ് ചോദിച്ചത്. അതിൻ്റെ വോളിയം കാണാൻ എന്ത് ചെയ്താൽ മതി, ആ ഹെമിസ്പെറിക്കൽ വാട്ടർമെലൻ്റെ വോളിയത്തിൽ നിന്ന് റെഡ് കളറിലെ സാധനം എടുത്ത് മാറ്റുമ്പോൾ അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഹെമിസ്പെറിക്കലിൻ്റെ വോളിയം മൈനസ് റെഡ് കളറിൻ്റെ വോളിയം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഔട്ടർ വോളിയം മൈനസ് ഇന്നർ വോളിയം. അപ്പം നമുക്ക് ഈ നീളം എത്രയാണെന്ന് ചോദിക്കാം. ഇതിൽ നിന്ന് ഇന്നർ റേഡിയസ് കിട്ടി 1 മീറ്റർ അഥവാ 100 സെൻറ്റിമീറ്റർ. ഔട്ടർ റേഡിയസ് കണ്ടുപിടിക്കാം. സെൻറ്ററിൽ നിന്ന് ഏറ്റവും പുറമേ വരെ എത്ര ഉണ്ട്, ഇവിടെ വരെ 100 ഉണ്ട്, ഇവിടെ വരെ 1 ഉണ്ട്. എഫക്റ്റീവ്ലി എത്ര ഉണ്ട്, 101 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ആദ്യം ഇന്നറിൻ്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, RI എന്ന് വെച്ചാൽ എന്താണ്, ഇന്നർ റേഡിയസ്. ഇന്നർ റേഡിയസ് എത്ര എന്ന് പറയാൻ പോവാ. ഇന്നർ റേഡിയസ് RI ഈസ് ഈക്വൽ ടു എത്ര, 1 മീറ്റർ. അതിനെ ഞാൻ എങ്ങനെ മാറ്റി, 100 സെൻറ്റിമീറ്റർ. വോളിയം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഇന്നർ വോളിയം എഴുതാൻ പോവാ. ഇന്നർ വോളിയം VI, ഇന്നർന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് I ഇട്ടത്. കാര്യം നമുക്ക് ഔട്ടറും ഉണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ, 4/3 പൈ ആർ ക്യൂബ്. ആർക്കാ, സ്പിയറിനാ. ഹെമിസ്ഫിയറിൻ്റെ വോളിയം എത്ര, 2/3 പൈ ആർ ക്യൂബ്. എന്താറ്, ഇന്നർ റേഡിയസ്. RI എന്ന് എഴുതി ഞാൻ. വാല്യൂ ഇട്ട് കൊടുക്കുകയാണേ. 2/3 ഇൻറ്റു പൈ ഞാൻ അതുപോലെ തന്നെ എഴുതുവാണ്. R എത്ര ഇവിടെ, 100. അപ്പം 100 ക്യൂബ്. ഇതിവിടെ നിൽക്കട്ടെ. സിമിലർലി നമുക്ക് ഔട്ടർ ചെയ്യാം. ഔട്ടർ റേഡിയസ് പറ. ഔട്ടർ റേഡിയസ് എന്തെന്ന് കൊടുക്കാം, RO എന്ന് കൊടുക്കാം. ഔട്ടറിൻ്റെ ഓയാണ് ഇത്. എത്ര, 101 സെൻറ്റിമീറ്റർ. എവിടുന്ന് വന്നെന്ന് മനസ്സിലായല്ലോ. ഇത്രയും 100 ആ തിക്നെസ്സോട് ചേർക്കുമ്പോൾ 101 സെൻറ്റിമീറ്റർ. അപ്പോൾ ഔട്ടർ വോളിയം പറ. ഔട്ടർ വോളിയത്തെ നമുക്ക് VO കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. VO ഈസ് ഈക്വൽ ടു 2/3 പൈ ആർ ക്യൂബ്. എന്താറ്, RO. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 2/3 പൈ. ആറിൻ്റെ വാല്യൂ എന്താണ്, 101ൻ്റെ ക്യൂബ്. അവിടെ കിടക്കട്ടെ. നമുക്ക് എന്താ വേണ്ടത്, ആ ഷീറ്റിൻ്റെ വോളിയം അഥവാ വാട്ടർമെലൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ വാട്ടർമെലൻ്റെ തൊണ്ടിൻ്റെ വോളിയം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ വോളിയത്തിൽ നിന്നും അല്ലെങ്കിൽ ഔട്ടർ വോളിയത്തിൽ നിന്നും ഇന്നർ വോളിയം സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് വോളിയം ഓഫ് അയൺ എഴുതുവാണേ. വോളിയം ഓഫ് അയൺ is equal to ഔട്ടർ വോളിയം മൈനസ് ഇന്നർ വോളിയം അല്ലേ. ഔട്ടർ വോളിയം എത്ര മക്കളെ, 2/3 പൈ ഇൻറ്റു 101 ക്യൂബ് മൈനസ് ഇന്നർ എത്ര, 2/3 പൈ 100 ക്യൂബ്. എത്ര കിട്ടും, രണ്ടെടുത്തുനിന്നും എനിക്ക് 2/3 കോമൺ എടുക്കാം, രണ്ടെടുത്തുനിന്നും എനിക്ക് പൈ കോമൺ എടുക്കാം. ഇവിടുന്ന് 2/3 പൈ എടുത്തു കഴിഞ്ഞാൽ മിച്ചം എന്തുണ്ട്, ഒരു ബ്രാക്കറ്റ് ഇടുക, 101 ക്യൂബ് ഉണ്ട്. 101 ക്യൂബ്
ഇവിടുന്ന് 2/3 കോമൺ 2/3 പൈ കോമൺ എടുത്തു കഴിഞ്ഞാൽ മിച്ചം എന്തുണ്ട് 100 ക്യൂബ്. മക്കള് 101 ക്യൂബ് കണ്ടുപിടിക്കണം. എങ്ങനെയാ 101 ഇൻറ്റു 101 ആദ്യം ചെയ്യണം, അതിൻ്റെ കൂടെ ഒന്നുകൂടെ 101 ചെയ്യണം. കാൽക്കുലേഷൻ ഇത്തിരി ഉണ്ട്, വലിയ കാൽക്കുലേഷനാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് 10th സർഫസ് ഏരിയ ആൻഡ് വോളിയംസ് വരുമ്പോൾ ഇത്രയും വലുതൊന്നും വരികയില്ല. കാര്യം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ തരത്തുള്ളൂ കേട്ടോ. 2/3 പൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം 22/7. 101ൻ്റെ ക്യൂബ് മിസ് ഇവിടെ ഏതുമാണ് 103031 എഫക്റ്റീൽ ഇത് ഇങ്ങോട്ട് വായിച്ചേ. അത് അങ്ങനെയല്ല, ഈ 101ൻ്റെ ക്യൂബിൻ്റെ പ്രത്യേകത അത് 103031. ഞാനിപ്പോൾ ചുമ്മാ പറഞ്ഞു കേട്ടോ. ഞാൻ ഇപ്പറേ സൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാനങ്ങ് റബ്ബ് ചെയ്യുവാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി എഴുതാം. 100 ക്യൂബിൻ്റെ വോളി എത്ര 100 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 എഴുതിയിട്ട് 6 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്രയായി 2 4 5 1 6 0. ഇനി എന്ത് ചെയ്യാം 2/3 ഇൻറ്റു 22/7 ഇൻറ്റു ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും 30301 എന്ന് കിട്ടും. 30301 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അറിയാലോ, എങ്ങനെയാ ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 22 ഇൻറ്റു 30301 ചെയ്യണം ആദ്യം. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 1333244. ഓക്കെ, ഇത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര 3 ഇൻറ്റു 7 എത്ര കിട്ടും 21 എന്ന് കിട്ടും. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ 21 ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടുമെന്നറിയാവോ 63487.809 സംതിങ് എന്ന് കിട്ടും. മക്കൾ ഇത്രയും ചെയ്താൽ മതി. ഇത്രയും എന്ത് സെൻറ്റിമീറ്റർ ക്യൂബ്. കാര്യം എന്താ നമ്മുടെ യൂണിറ്റ് എല്ലാം സെൻറ്റിമീറ്ററിലായിരുന്നു. വേണമെങ്കിൽ ഇതിനെ മീറ്റർ ക്യൂബ് ആക്കാം. മീറ്റർ ക്യൂബ് ആക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യണം മീറ്റർ ആക്കാൻ 100, മീറ്റർ ക്യൂബ് ആക്കാൻ 10,000. അപ്പം മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മീറ്റർ സ്ക്വയർ ആക്കാൻ 100 ഇൻറ്റു 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മീറ്റർ ക്യൂബ് ആക്കാൻ 100 ഇൻറ്റു 100 ഇൻറ്റു 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മക്കൾ സെൻറ്റിമീറ്റർ ക്യൂബിലും എഴുതിയാലും മതി, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം ജസ്റ്റ് ഒന്നുകൂടെ പറയാണ്, ക്വസ്റ്റ്യനിൽ നിന്ന് ഹെമിസ്ഫിയർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഹെമിസ്ഫിയറിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ തിക്നെസ് തന്നിട്ടുണ്ട്, അതുപോലെ ഇന്നർ റേഡിയസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഔട്ടർ റേഡിയസ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നർ റേഡിയസ് വെച്ച് ഇന്നർ വോളിയം കണ്ടുപിടിച്ചു, ഔട്ടർ റേഡിയസ് വെച്ചിട്ട് ഔട്ടർ വോളിയം കണ്ടുപിടിച്ചു. ചോദ്യം ആ തിക്നെസ്, അതൊരു ടാങ്ക് ആയിരുന്നു. ടാങ്കുകൾ എങ്ങനെയാണ് മക്കളിരിക്കുന്നത് അകത്ത് എംപ്റ്റിയാണ്. അപ്പം ടാങ്കിൻ്റെ ആ തിക്നെസ്സിൻ്റെ അല്ലെ ആ ടാങ്കിൻ്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം ഔട്ടർ വോളിയം മൈനസ് ഇന്നർ വോളിയം. മക്കളിതേ ഇവിടെ വെച്ച് നോക്കിക്കേ, ഈ 2/3 പൈ ഇൻറ്റു 10 ക്യൂബിനൊക്കെ അവിടെ വെച്ച് വാല്യൂസ് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ മക്കൾക്ക് കുറേ കാൽക്കുലേഷൻസ് ആയേനെ, കാൽക്കുലേഷൻ വലുതായിക്കൊണ്ടിരുന്നേനെ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ച് ചെയ്യുന്നത്. ഇതുപോലെ സബ്ട്രാക്ഷൻ ടൈപ്പ് വരുമ്പോൾ പൈക്കൊന്നും അവിടെ ആദ്യമേ വാല്യൂ ഇട്ട് കൊടുക്കണ്ട, മിസ് ചെയ്തതുപോലെ കോമൺ എടുത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു ഔട്ടർ വോളിയം കണ്ടുപിടിച്ചു, ഇന്നർ വോളിയം കണ്ടുപിടിച്ചു. അവരെ തമ്മിൽ എന്തും ചെയ്തു, അവരെ തമ്മിൽ സബ്ട്രാക്റ്റും ചെയ്തു. അവരെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്കൊരു വലിയ വാല്യൂ ആണ് കിട്ടിയത്. അത്രയും എന്തെന്ന് കിട്ടി, അത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ക്യാൻ എ ഹെമിസ്ഫെറിക്കൽ ബോൾ. അപ്പോൾ ഇവിടുന്ന് മനസ്സിലായി ഹെമിസ്ഫിയറാ. ഹൗ മെനി ലിറ്റർ എന്തിൻ്റെ യൂണിറ്റാ വോളിയമാ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി എന്ത് വോളിയമാണ് ചോദ്യം. ഹെമിസ്ഫിയർ ആണെന്ന് മനസ്സിലായി. ഡയമീറ്റർ തന്നു, ഡയമീറ്റർ തന്നാൽ നമുക്ക് എന്ത് എഴുതാം. അപ്പം നമുക്ക് സ്റ്റെപ്പ് എഴുതി തുടങ്ങാം. ഡയമീറ്ററിൻ്റെ സിമ്പിൾ എന്താ ഡി ഇസ് ഈക്വൽ ടു 10.5 സെൻറ്റിമീറ്റർ. ഓക്കെ,
അപ്പം നമുക്ക് തൊട്ടടുത്ത സ്റ്റെപ്പ് എന്താ? വോളിയം കണ്ടുപിടിക്കാൻ റേഡിയസ് വേണം അല്ലേ? അപ്പോൾ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു, റേഡിയസ് എന്താ? ഡയമീറ്ററിൻ്റെ പകുതി. ഡയമീറ്റർ 10.5 ആണ്. അതിൻ്റെ പകുതി എത്ര കിട്ടും? 5.25 സെൻറ്റിമീറ്റർ. അടുത്ത എന്ത് കണ്ടുപിടിക്കാം? വോളിയം കണ്ടുപിടിക്കാം. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? വോളിയം V is equal to ഹെമിസ്ഫിയർ. അപ്പം എന്താ? 2/3 പൈ ആർ ക്യൂബ് is equal to 2/3 പൈ എത്ര? 22/7. ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 5.25 ക്യൂബ്. ഓക്കെ, 5.25 ക്യൂബൊക്കെ കണ്ടുപിടിക്കാൻ നമുക്കൊക്കെ അറിയാമല്ലോ. ഇതിപ്പോൾ പഠിപ്പിച്ചു തരേണ്ട സാധനമല്ല. ഇത് എത്രാം ക്ലാസ്സിലെയാ? 7ാം ക്ലാസ്സിലെ ഫ്രാക്ഷൻസ് ചാപ്റ്ററിലുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 7ലെ ഫ്രാക്ഷൻസ് അറിയാമെങ്കിൽ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്താ? 2 × 22 × 5.25 ക്യൂബ്. നമുക്ക് ചെയ്യുമ്പം കിട്ടുന്നത് 6366.9375. അതേ ഡിവൈഡഡ് ബൈ എന്ത്? 7 × 3 എത്ര? 21. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇതിനെ 21 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. ആൻസർ എത്ര കിട്ടും? ഇതൊക്കെ കാൽക്കുലേഷൻ ആണ്. ലോജിക്കൊക്കെ മിസ് കംപ്ലീറ്റ് പറയുന്നുണ്ട്. കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് ഒരു പ്രോബ്ലം പോലും ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല. 303.1875 അത്ര എന്ത്? സെൻറ്റിമീറ്ററിലായിരുന്നു അല്ലേ? സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് കിട്ടുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? ഹൗ മെനി ലിറ്റേഴ്സ് എന്നാണ് ചോദിച്ചത്. അപ്പം എന്താ? സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കണം. സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കുന്നത് എങ്ങനെ കുഞ്ഞുങ്ങളെ? സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് അറിയത്തില്ലേ ഈ കൺവേർഷൻ? അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ലിറ്റർ ആക്കാം. അപ്പോൾ ഇതിനെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 303.1875 എന്ന് പറയുന്ന അത്രയും സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അറിയാമല്ലേ? ഇത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതാ. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 പോയിന്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ 1 2 3. അപ്പോൾ 3യുടെ മുന്നിൽ ഒരു പോയിന്റ് വരും. 0.3031875 ലിറ്റർ എന്ന് വരും. ഇത്ര മുഴുവൻ എഴുതിയില്ലെങ്കിലും സാരമില്ല. നിങ്ങൾ 0.303 ലിറ്റർ എന്ന് എഴുതിയാലും മതി. അപ്പോൾ 1 ലിറ്റർ തികച്ചു പോലും കിട്ടുന്നില്ല. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കോ. ഹൗ മെനി ലിറ്റേഴ്സ്? ലിറ്റേഴ്സ് എന്തൊക്കെ വന്നാലാ? വോളിയം, ക്വാണ്ടിറ്റി ഓഫ്, എമൗണ്ട് ഓഫ്, പിന്നെ കപ്പാസിറ്റി ഓഫ്, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ്, അല്ലെങ്കിൽ വോളിയം എന്ന് ഡയറക്റ്റ് വന്നാൽ വോളിയം റിലേറ്റഡ് ചോദ്യം. ഡയമീറ്റർ തന്നു, അപ്പം നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചു. എങ്ങനെ? ഡയമീറ്ററിൻ്റെ പകുതി. റേഡിയസ് അറിയാമെങ്കിൽ വോളിയം കണ്ടുപിടിക്കാം. ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്താ? 2/3 പൈ ആർ ക്യൂബ്. പിന്നെ നമ്മൾ 7ാം ക്ലാസ്സിലെ ഫ്രാക്ഷൻസ് വെച്ചിട്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ എഴുതുന്നു, പിന്നെ ഡിവിഷൻ പെർഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും 0.3031875 എന്ന് കിട്ടും. മക്കളൊരു 3 ഡിജിറ്റ് എഴുതിയാൽ മതി, അല്ലെ 4 ഡിജിറ്റ്. 0.3031 ലിറ്റർ എന്ന് എഴുതി നമുക്ക് നിർത്താം. ക്ലിയർ? അപ്പോൾ അടുത്ത നോക്കിക്കോ. A dome of a building is in the form of a hemisphere. എന്താ പറഞ്ഞേ? ഒരു ഹെമിസ്ഫിയറിന്റെ ഷേപ്പാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഉൾഭാഗം വൈറ്റ് വാഷ് ചെയ്യുക. ഓക്കെ, ഉൾഭാഗം എന്തെടുക്കുന്നു? വൈറ്റ് വാഷ് ചെയ്യുന്നു. ക്ലിയർ? ബാക്കി വായിച്ചോ. എത്ര രൂപയായി? 498.96 രൂപയായി. ഇഫ് ദ കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ഈസ് 2.00 എന്ന് വെച്ചാൽ എന്താ? 2 തന്നെ. ഒരു സ്ക്വയർ മീറ്റർ
1 സ്ക്വയർ മീറ്റർ പെയിന്റ് ചെയ്യാൻ 2 രൂപയാകും. അങ്ങനെയെങ്കിൽ ഇൻസൈഡ് ദ സർഫസ് ഏരിയ എന്താണ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. ഓക്കെ, വോളിയം ഓഫ് ദ എയർ ഇൻസൈഡ് ദ ഡോ, വോളിയവും കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നല്ലൊരു ക്വസ്റ്റ്യൻ. ഹെമിസ്ഫിയർ ആണെന്നൊക്കെ മനസ്സിലായി. മൊത്തം ചെയ്യാൻ എത്ര രൂപ വന്നു? അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്യാൻ പോവാണേ. നമുക്കപ്പോൾ എഴുതാം. കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ഡോ. ഫസ്റ്റ് സ്റ്റെപ്പ് അതവർ തന്നിട്ടുണ്ട് അല്ലേ? കോസ്റ്റ് ഓഫ്, മക്കളെ നമ്മൾ നേരത്തെ വോളിയം ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ സർഫസ് ഏരിയ ക്വസ്റ്റ്യനും ഐഡന്റിഫൈ ചെയ്യാം. പെയിന്റ് ചെയ്യുന്ന കണക്കുകൾ അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ടൈപ്പുകൾ, പൊതിഞ്ഞെടുത്തു അങ്ങനത്തെ പറയത്തില്ല, ഒരു പേപ്പർ കൊണ്ട് പൊതിഞ്ഞെടുത്തു, അങ്ങനത്തെയൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ സർഫസ് ഏരിയ കേട്ടോ. കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ദ ഡോ. വൈറ്റ് വാഷിംഗ് ദ ഡോ ഇസ് ഈക്വൽ ടു മൊത്തം എത്ര രൂപയായി? 498.96 അത്രയും രൂപയായി. ഇനി നമുക്ക് എന്ത് പറയാം? 1 മീറ്റർ സ്ക്വയർ എന്തിന്റെയാ? സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് സെയിം. മീറ്റർ സ്ക്വയർ എന്തിന്റെ യൂണിറ്റാ മക്കളെ? ഏരിയയുടെ അല്ലേ? അപ്പൊ ഇത് ഏരിയ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. പക്ഷെ ഏരിയ കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞു കണ്ട. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിംഗ് അവരെന്താ തന്നെന്ന് എഴുതാം. എന്താ അവർ തന്നത്? കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് 1 മീറ്റർ സ്ക്വയർ. കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് 1 മീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര രൂപയെന്ന് തന്നെ? 2 രൂപ. അപ്പൊ നമുക്ക് മൊത്തം ചെയ്യാനുള്ളതും അറിയാം, 1 മീറ്റർ ചെയ്യാനുള്ളതും അറിയാം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഏരിയ കണ്ടുപിടിക്കാൻ ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. ലോജിക്ക് ഇത് ചെറിയൊരു ലോജിക്ക് പറഞ്ഞുതരാം. 3ലും 4ലും ഒക്കെ പഠിക്കുന്ന സാധനം. മൊത്തം മിഠായി മേടിക്കാം. ബർത്ത്ഡേക്ക് ഒരു പാക്കറ്റ് മിഠായി മേടിച്ചു കേട്ടോ. മൊത്തം മിഠായി മേടിക്കാൻ 80 രൂപയായി. ഒരു മിഠായിക്ക് 2 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര മിഠായി ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യാം? ഒരു മിഠായിക്ക് 2 രൂപയാണ്. മൊത്തം 80 മിഠായി ഉണ്ടായി. അപ്പോൾ 80/2 ചെയ്താൽ കിട്ടും 40. 40 മിഠായിയാണ് മേടിച്ച്. വലുതേ പോയി ചെറുതാ ചെയ്തേ. അപ്പോൾ എണ്ണം കിട്ടി. അല്ലെങ്കിൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഒരെണ്ണത്തിൻ്റെത് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമ്പർ ഓഫ് കിട്ടി. ഇത് നമ്പർ റിലേറ്റഡ് ചോദ്യമായിരുന്നു. ഇതെന്താ? ഇത് സർഫസ് ഏരിയ റിലേറ്റഡ് ചോദ്യമാണ്. അപ്പം ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഒരു മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? സർഫസ് ഏരിയ കിട്ടും. അപ്പം സർഫസ് ഏരിയ, എന്ത് സർഫസ് ഏരിയ മക്കളെ ആലോചിച്ചേ? പെയിന്റ് ചെയ്യുക ഒരു ഡോം, എന്ത് സർഫസ് ഏരിയ? കർവ്ഡ് സർഫസ് ഏരിയ കിട്ടുന്നു കേട്ടോ. അതിപ്പം മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മക്കള് ഈ ക്വസ്റ്റ്യൻ അതുപോലെ ഇങ്ങോട്ട് എഴുതുക. എന്താണ്? സർഫസ് ഏരിയ ഓഫ് ഡോ ഇസ് ഈക്വൽ ടു, മിഠായിയുടെ വെച്ച് പറ, ടോട്ടൽ എത്ര രൂപയുണ്ട് ഡിവൈഡഡ് ബൈ ഒരെണ്ണത്തിന്റെ വില ചെയ്തപ്പോൾ എണ്ണം കിട്ടി. അതുപോലെ ഇവിടെ ടോട്ടൽ എത്ര കോസ്റ്റ് ആയി? എത്ര? 498.96 ഡിവൈഡഡ് ബൈ 1 മീറ്റർ സ്ക്വയർ പെയിന്റ് എത്ര? 2 രൂപ. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 249.48 എന്ന് കിട്ടും. ഇത് മിഠായിയുടെ എണ്ണം റിലേറ്റഡ് ആയതുകൊണ്ട് 40 എണ്ണം എന്ന് കിട്ടി. ഇതെന്ത് റിലേറ്റഡ് ക്വസ്റ്റ്യനാ? ഇത് സർഫസ് ഏരിയ റിലേറ്റഡ് ക്വസ്റ്റ്യനാ. എങ്ങനെ ഐഡന്റിഫൈ ചെയ്തേ? പെയിന്റ് ചെയ്യുന്ന പരിപാടി സർഫസ് ഏരിയ. അപ്പൊ ഇത്രയും എന്ത്? മീറ്റർ സ്ക്വയർ. അപ്പൊ സർഫസ് ഏരിയ എത്ര? 249.48 മീറ്റർ സ്ക്വയർ. മക്കളെ മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ചോദിച്ചേക്കണം കേട്ടോ. അടുത്ത എന്താ? വോളിയം ചോദിച്ചിട്ടുണ്ടല്ലേ? വോളിയം ചോദിച്ചിട്ടില്ലേ? നോക്കിക്കേ, നമ്മള് മിസ് ഇപ്പറ എടുക്കുക.
ഒരു കാര്യം കാണിച്ചു തരാം. ഒരു ഡോം എടുക്കുവാണേ. അതേണ്ടേ ഇത് തല തിരിച്ചു വെച്ചേക്കുന്നു. അതാണ് നമ്മുടെ ഡോമേ. അപ്പൊ ഇതിന്റെ താഴ്ഭാഗം പെയിന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതിന്റെ ഇൻസൈഡ് അകംഭാഗമാണ് പെയിന്റ് ചെയ്തത് അല്ലേ? ഇതേണ്ട ഇത്രയും ഭാഗം. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr²ഉം പിന്നെ ഈ റെഡ് കളർ തണ്ണിമത്തന്റെ ആണെങ്കിൽ ഈ റെഡ് കളറിലെ πr² കൂടെ ചേരുന്നതാണ്. അങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ 3πr² ആവുന്നത്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, മിസ് ഇക്വേഷൻ പഠിപ്പിച്ചപ്പോൾ. ഇവിടെ എന്താ, ഈ ഭാഗം ആ തണ്ണിമത്തന്റെ ആ റെഡ് കളർ പോലത്തെ ആ ഭാഗം പെയിന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അകംഭാഗം മാത്രമാ പെയിന്റ് ചെയ്തത് അല്ലേ? അപ്പോൾ പെയിന്റ് ചെയ്തത് ഏതാ? ഇത്രയും മാത്രമാ, അഥവാ ആ വളഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അവന്റെ പേരാണ് എന്ത്? കർവ്ഡ് സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ 3πr². എന്തുകൊണ്ട്? ഈ വളഞ്ഞിരിക്കുന്നതിന്റെ 2πr²ഉം പിന്നെ ഈ ഫ്ലാറ്റ് ആയ പോർഷന്റെ πr². ഇതൊരു സർക്കിൾ പോലെയല്ലേ ഇരിക്കുന്നേ, അങ്ങനെ 3πr². അപ്പം ഇപ്പൊ കിട്ടിയ പെയിന്റ് അടിച്ചത് ഏതാ? 3πr² ആണോ 2πr² ആണോ? 2πr² ആണ്. കാര്യം എന്താ? അകംഭാഗം മാത്രമേ പെയിന്റ് അടിച്ചുള്ളൂ എന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് പാർട്ടിലോട്ട് വരാം. വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? വോളിയം 2/3πr³ ആണ്. റേഡിയസ് അറിയണം അല്ലേ? റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ ഒരു ഹിന്റും ഇല്ല. ഇവിടുന്ന് എടുക്കാം. പെയിന്റ് ചെയ്തത് എന്താണ്? 3πr² ആണോ 2πr² ആണോ? 2πr² ആണ്. കാര്യം അകംഭാഗം മാത്രം. അകംഭാഗം ഇതാണ്, ബേസ് ആയിട്ടുള്ള ഭാഗം. അല്ലെങ്കിൽ തണ്ണിമത്തന്റെ റെഡ് കളറിലെ ആ പോർഷൻ, അല്ലെ നമ്മൾ റെഡ് കളർ നടുക്ക് മുറിച്ചിട്ട് കമത്തി വെക്കുമ്പോൾ തറയിൽ മുട്ടുന്ന ഭാഗമാണ് πr². അവിടെ പെയിന്റ് അടിക്കുന്നില്ല, അല്ലാത്ത ഭാഗങ്ങളെ അടിക്കുന്നുള്ളൂ. അപ്പൊ 2πr² എന്തെന്ന് എഴുതാം? 249.48. ഇതിന് എഴുതി കൂടെ? ഇൻസൈഡ് ഏരിയ ഇതാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് എന്തെഴുതാം? നമുക്ക് r² എഴുതി കൂടെ? r² 249.48. ഇവിടെ ഇൻറ്റു 2 ഇവിടെ വരുമ്പോൾ എന്താകും? /2 ആകും. ഇവിടുത്തെ പൈ എന്താകും? താഴെ പൈ ആകും. ക്ലിയർ? അപ്പം നമുക്ക് r² കിട്ടി. വേണേ പൈക്ക് വാല്യൂ ഇട്ട് കൊടുത്തോണം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് r കണ്ടുപിടിക്കാം. r എന്ത്? നിക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് പൈക്ക് വാല്യൂ ഇട്ടിട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ കൺഫ്യൂഷന്. പൈയുടെ വാല്യൂ എന്താ? 22/7 ഇൻറ്റു r² 249.48. /7 ഇപ്പുറം വരുമ്പോൾ എന്താകും? ഇൻറ്റു 7. ഡിവൈഡ് ചെയ്തവൻ ഇപ്പുറം വരുമ്പോൾ മൾട്ടിപ്പിൾ ആകും. ഞാൻ r² മാത്രം ഇവിടെ ഇടുവാണ്. 249.48 ഡിവൈഡഡ് ബൈ ഡിവൈഡ് ചെയ്ത് 7 ഇപ്പുറം വന്ന് എന്താകും? മൾട്ടിപ്ലിക്കേഷൻ ആകും. പിന്നെ ഇവിടെ എന്താ? 2ഉം 22 മുകളിലാണ് അല്ലേ? മുകളിൽ കിടക്കുന്നവന്മാർ ഇപ്പുറം വരുമ്പോൾ താഴെ വരണം. 2 × 22. അങ്ങനെ നമുക്ക് r² ചെയ്യാം. r² എന്താണ്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. r² എത്രയാണ്? 249.48 ഇൻറ്റു 7. എത്ര കിട്ടും? 174636 ഡിവൈഡഡ് ബൈ 2 × 22 എത്ര വരും? 44 വരും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാമോ എന്നൊക്കെ നോക്കാം. r² ഇതിനെ 44 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 39.69. അപ്പോൾ r √39.69. ഇതെടുക്കാൻ അറിയാമോ മക്കളെ? സ്ക്വയർ അപ്പുറമാകുമ്പോൾ റൂട്ടാകും. അതൊക്കെ കുഞ്ഞിലത്തെ പരിപാടി, അതാണ് ഞാൻ പിന്നെയും പറയാത്ത കേട്ടോ. അപ്പം നമുക്ക് ബാക്കി ചെയ്യാം. ഇതിൻ്റെ റൂട്ട് എടുക്കാൻ മക്കളെ പഠിപ്പിക്കട്ടെ. r √. ഇവിടെ 2 പോയിന്റ് ഉണ്ട്. ഈ പോയിന്റുകളെ ഞാൻ എന്ത് ചെയ്യും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സെയിം ടൈം 100 കൊണ്ട് ഡിവൈഡും ചെയ്യും. അപ്പോൾ 3.69 ഇൻറ്റു 100
ഡിവൈഡഡ് ബൈ 100. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താകും? 3969 ഡിവൈഡഡ് ബൈ 100. 3969 എന്തിൻ്റെ റൂട്ടാന്ന് നോക്കാം. നമുക്ക് 3969ന്റെ റൂട്ട് ഉണ്ടോ, അതിന് റൂട്ട് ഉണ്ടോ എന്ന് നോക്കാം. 3969 2 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. 2 കൊണ്ട് ഡിവിസിബിൾ ആയിരുന്നെങ്കിൽ ഒന്നുകിൽ എൻഡിൽ 0, 2, 4, 6, 8 ഇതിൽ ആരെങ്കിലും ഒരാളായിരുന്നു വൺസ് പ്ലേസിലെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇത് 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. 3 കൊണ്ട് നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 3, 2, 3 എന്ന് കിട്ടും. എഗൈൻ ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. മക്കളെ 3 കൊണ്ട് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ട്രിക്കുകളൊക്കെ ഉണ്ട്. നിങ്ങളെ റീസണിങ് ഒക്കെ പഠിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അറിയാമെന്ന് വിചാരിച്ചാണ് ഇത് പറയുന്നത് കേട്ടോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം. 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 13നെ എത്ര ഉണ്ട്? 4 ടൈംസ്. ബാക്കി ഇങ്ങോട്ട് എടുക്കുന്നു. 12ൽ 4 ടൈംസ്. ഓക്കെ, 1 ടൈംസ്. ഇതിനെ എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും? അഗെയിൻ ഇതിനെ 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ചെയ്യുമ്പോൾ ഇതെന്ത് കിട്ടും? 3 കൊണ്ട് 441നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 4, 7. ഇതിനെ പിന്നെ 3 കൊണ്ട് പറ്റും. 3 കൊണ്ട് ചെയ്യുമ്പോൾ 4, 9, 49. 49 7 കൊണ്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 3969 3969നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, എങ്ങനെ മക്കളെ റൂട്ടിന് പുറത്തേക്ക് എടുക്കുന്നത്? റൂട്ടിനകത്ത് 2 തവണ വന്നാൽ റൂട്ടില്ലാതെ ഒരു തവണ. അതായത് 3 2 തവണ വന്നല്ലേ? അപ്പോൾ ആ 2 3ക്ക് പകരം ഒരു 3 എഴുതിയാൽ മതി. എഗെയിൻ 3 2 തവണ വന്നു. അപ്പോൾ ഈ 2 3ക്ക് പകരം പിന്നെയും ഒരു 3 കൂടെ എഴുതുന്നു. 7 2 തവണ വന്നു. അപ്പോൾ ഇതിന് പകരം ഒരു 7 എഴുതി. ഡിവൈഡഡ് ബൈ 100ന്റെ റൂട്ട് എത്ര? 10. അങ്ങനെ R = കിട്ടി. എത്രയാണ്? 3 × 3 9, 9 × 7 63/10. 63/10 എന്ന് വെച്ചാൽ എന്നാ? 6.3. അങ്ങനെ 6.3 എന്ന് കിട്ടി. അത്രയും എന്ത്? ചോദ്യം നോക്ക് മക്കളെ, മീറ്റർ സ്ക്വയറിലായിരുന്നു അല്ലേ? അപ്പം അത്രയും മീറ്റർ. അവിടെ കിടക്കട്ടെ. റേഡിയസ് കിട്ടി. നമ്മളോടുള്ള ചോദ്യം എന്നായിരുന്നു? സെക്കൻഡ് പാർട്ട് ചോദ്യം എന്നായിരുന്നു? വോളിയം അല്ലേ? അപ്പം ഞാൻ വോളിയം കണ്ടുപിടിക്കാൻ പോവാം. എനിക്ക് കാൽക്കുലേഷൻ റബ്ബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് റൂട്ട് എടുക്കാൻ മനസ്സിലായി, പോയിന്റ് നമ്പേഴ്സിൻ്റെ റൂട്ട് എടുക്കാനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ റേഡിയസ് കിട്ടി. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം = 2/3 പൈ r3. വോളിയം = 2/3. പൈ എന്ന് പറഞ്ഞാൽ 22/7. r³ എന്ന് പറയുമ്പോൾ 6.3 ഇൻറ്റു 6.3 ഇൻറ്റു 6.3. ന്യൂമറേറ്റർ എല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്റർ എല്ലാം കൂടി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു 22 ഇൻറ്റു 6.3 ഇൻറ്റു 6.3 ഇൻറ്റു 6.3. നമുക്ക് വലിയൊരു ഉത്തരവാണ് കിട്ടുന്നത് കേട്ടോ. 110.068 ഡിവൈഡഡ് ബൈ 7 × 2 21. ഇതിന് 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 523.908. അത്രയും എന്ത്? മീറ്ററിലായിരുന്നു. വോളിയത്തിൻ്റെ യൂണിറ്റ് അപ്പോൾ എന്താകും? മീറ്റർ ക്യൂബ്. ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കിക്കോ. പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ കാണുമ്പോൾ സർഫസ് ഏരിയ ആണോ, വോളിയം ആണോ, കർവ്ഡ് സർഫസ് ഏരിയ ആണോ എന്നൊക്കെ മനസ്സിലാക്കണം. ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷനൊക്കെ മനസ്സിൽ വന്നു. വൈറ്റ് വാഷ് ചെയ്യുകയാണ്, പെയിന്റ് അടിക്കുന്ന ചോദ്യം ഏരിയയുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ ഏരിയ മനസ്സിൽ വന്നു. മൊത്തം പെയിന്റ് അടിക്കാനുള്ള വിലയും തന്നു, 1 യൂണിറ്റ് പെയിന്റ് അടിക്കാനുള്ളത് തന്നു. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ 1 യൂണിറ്റിന് ചെയ്യുമ്പോൾ ഏരിയ കിട്ടി. എന്ത് ഏരിയ? അവർ പറഞ്ഞു ഉൾഭാഗം മാത്രമേ പെയിന്റ് അടിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. ഹെമിസ്ഫിയറിൻ്റെ അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു, പറയുന്നത് ശ്രദ്ധിച്ചോ. ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 3πr² ആണ്. കർവ്ഡ് സർഫസ് ഏരിയ
2πr² ആണ്. എന്താണെന്ന് നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ബേസ് ഏരിയ πr² ആണ്. ഓക്കെ, അപ്പം അകംഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. മീനിങ് കർവ്ഡ് സർഫസ് ഏരിയ ആണ് തന്നേക്കുന്നത്. കർവ്ഡ് സർഫസ് ഏരിയ കിട്ടി. അപ്പോൾ അവരുടെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടി, കർവ്ഡ് സർഫസ് ഏരിയ. അത് കഴിഞ്ഞ് എന്താ ചോദിച്ചത്? വോളിയമാ ചോദ്യം. വോളിയത്തിന്റെ ഇക്വേഷൻ എഴുതിയപ്പോഴാണ് മനസ്സിലായത് റേഡിയസ് വേണം. റേഡിയസ് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് വെച്ച് ശ്രമിച്ചു നോക്കാം. ഇൻസൈഡ് എത്ര? 2πr² അതിൻ്റെ അറിയാം. എല്ലാത്തിനും വാല്യൂ ഇട്ട് കൊടുക്കുക, റീഅറേഞ്ച് ചെയ്യുക. r² സംതിങ് കിട്ടും. അതിനെ r കണ്ടുപിടിക്കുക. അപ്പോൾ റേഡിയസ് കിട്ടി. റേഡിയസ് കൊണ്ടുവന്ന് വോളിയത്തിലിടുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ക്ലിയർ? കാൽക്കുലേഷൻ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ്? 27 സോളിഡ് സ്പിയേഴ്സ്. അപ്പം അടുത്ത കാര്യം പറയുക. അപ്പോൾ അതെ നമ്മൾ പറഞ്ഞ കാര്യം ജസ്റ്റ് എന്ന് പറയാം. വോളിയം എന്ന് പറയുമ്പോൾ വോളിയം റിലേറ്റഡ് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ഇരിക്കും? എമൗണ്ട് ഓഫ്, ക്വാണ്ടിറ്റി ഓഫ്, ഓക്കെ, കപ്പാസിറ്റി ഓഫ്, ഹൗ many ലിറ്റർ, ഒരെണ്ണം കൂടെ ഉണ്ട്, മെൽറ്റ് ആൻഡ് റീകാസ്റ്റ്. അടുത്ത കൊല്ലം മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് പ്രോബ്ലം ഇഷ്ടംമാതിരി ഉണ്ടാവും കേട്ടോ. മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് പ്രോബ്ലം ഇഷ്ടംമാതിരി ഉണ്ടാവും. അപ്പം ലോജിക്ക് ക്ലിയർ ആക്കി വെച്ചോണം കേട്ടോ. ഇത്രയും വന്നാൽ എന്ത്? വോളിയം. ഏരിയ ഏതൊക്കെയാ? പെയിന്റ് ചെയ്യുന്നു, പിന്നെന്താണ്? പൊതിഞ്ഞെടുക്കുന്നു. അത് ഏരിയ റിലേറ്റഡ്. ക്വസ്റ്റ്യൻ വായിക്ക്. 27 സോളിഡ് അയൺ സ്പിയേഴ്സ്. അപ്പം സ്പിയർ ആണ്. അപ്പം കുഞ്ഞു കുഞ്ഞു സ്പിയറുകൾ കുറേ ഉണ്ട്. അങ്ങനെ 27 സ്പിയറുകളുണ്ട് ടൈൽ. ഓക്കെ, 27 സ്പിയർ ഉണ്ട്. എല്ലാം സെയിം റേഡിയസാണ്. റേഡിയസ് ഉള്ള 27 സ്പിയറുകളുണ്ട്. ഇതിന്റെ സർഫസ് ഏരിയ എസ് ആണ്. സർഫസ് ഏരിയ പറഞ്ഞ മക്കളെ, സർഫസ് ഏരിയ എന്താ? 4πr² അല്ലേ? സ്പിയറിന്റെ സർഫസ് ഏരിയ. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്തു, ഉരുക്കിയിട്ട് റീകാസ്റ്റ്. ഇവര് റീകാസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ഓർത്തോണം. മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ടു ഫോം എ സ്പിയർ വിത്ത് സർഫസ് ഏരിയ S'. അപ്പം ഇതെല്ലാം കൂടി ഉരുക്കി പുതിയൊരു സ്പിയർ ഉണ്ടാക്കി, വലിയൊരു സ്പിയർ ഉണ്ടാക്കി. ഇതിന്റെ സർഫസ് ഏരിയ S' ആണ്. സർഫസ് ഏരിയ S' ആണ്. അപ്പം S' = 4πr² എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ? പഴയ റേഡിയസാ. പുതിയ റേഡിയസ് വലിയ റേഡിയസ് ആയില്ലേ? അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇതിനെ ക്യാപിറ്റൽ R കാണിക്കും കേട്ടോ. ക്യാപിറ്റൽ R². ഇതാണ് പുതിയ സർഫസ് ഏരിയ. ചോദ്യം എന്താണ്? റേഡിയസ് R' അവർ തന്നെ തന്നു. പുതിയ റേഡിയസ് R' ആണ് തന്നു. R' എത്ര എന്നാണ് അവരുടെ ചോദ്യം. അപ്പം നമുക്ക് ഇവിടുത്തെ ക്യാപിറ്റൽ ആറിന് പകരം പുതിയ സർഫസ് ഏരിയ എത്രയാണ്? R' സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് പ്രോബ്ലംസ് പൊതുവെ എന്താണ്? പൊതുവെ വോളിയം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങളുടെ കയ്യിൽ ഒരു 10 ആപ്പിൾ ഉണ്ട്. 10 ആപ്പിൾ നിങ്ങൾ ഇൻഡിവിജ്വലി ജ്യൂസ് അടിച്ച് 10 കുപ്പിക്കകത്ത് വെച്ചേക്കാം, അല്ലെ 10 ഗ്ലാസ്സിൽ നിറച്ച് വെച്ചേക്കാം. അതൊരു കണ്ടീഷൻ. ഇനി ഈ 10 എണ്ണം കൂടെ എടുത്തൊരു വലിയ ജാറിനകത്തോട്ട് ഒഴിച്ചു 10 ജ്യൂസ്. അതിൻ്റെ എന്തിനേലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ? അതിരിക്കുന്ന ഷേപ്പിനൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ സർഫസ് ഏരിയക്കൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വോളിയം സെയിമാ. 10 ആപ്പിൾ അടിച്ചപ്പോൾ 10 ലിറ്റർ ആപ്പിൾ ഇൻഡിവിജ്വലി കിട്ടിയെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചൊഴിക്കുമ്പോഴും 10 ലിറ്റർ തന്നെയല്ലയോ? എന്ന് വെച്ചാൽ എന്താ? മെൽറ്റ് ആൻഡ് റീകാസ്റ്റിൽ വോളിയം സെയിം ആണ്. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? ഈ 27 പേരുടെ വോളിയവും പുതിയ വലിയ സ്പിയറിന്റെ വോളിയവും എന്താന്ന് പറയാം? ഈക്വൽ ആന്ന് പറയാം അല്ലേ? ലോജിക്ക് മനസ്സിലായോ? അപ്പം നമുക്ക് സ്റ്റെപ്പ് എഴുതി തുടങ്ങാം. എന്താണ്? റേഡിയസ് ഓഫ് സ്പിയർ is equal to R
വോളിയം V is equal to വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ സ്പിയറിൻ്റെ 4/3 പൈ ആർ ക്യൂബ് അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് 27 പേരുണ്ട് അല്ലേ? അപ്പോൾ 27 പേരുടെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് 27 സ്പിയർ. നമുക്ക് ചുമ്മാ V27 എന്ന് കൊടുക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. 27 പേരുടെ വോളിയം ഇസ് ഈക്വൽ ടു ഒരാളുടെ വോളിയം ഇതാണെങ്കിൽ 27 പേരുടെ വോളിയം കണ്ടുപിടിക്കാൻ 27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഒരു മിഠായിക്ക് 2 രൂപയാണെങ്കിൽ 10 മിഠായിയുടെ വില എത്ര? 10 × 2 അല്ലേ? അതേ ലോജിക്ക്. ഒരു സ്പിയറിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബാണ്. അപ്പം 27 പേരുടെ എന്താകും? 27 × 4/3 പൈ ആർ ക്യൂബ്. നമുക്കത് 3യും ഇതും കൂടെ വെട്ടാലോ. എത്ര ടൈംസ് ഉണ്ട്? 9 3s are 27. ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്തുവാ കിട്ടിയത്? 9 4 9ഉം 4ഉം കൂടെ എത്രയായി? 36 പൈ ആർ ക്യൂബ്. ഇതാണ് ആ 23 പേരുടെ വോളിയം. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? മെൽറ്റ് ആൻഡ് റീകാസ്റ്റിന് സെയിം വോളിയം ആണെന്നാണ് പറഞ്ഞത് അല്ലേ? 10 ആപ്പിൾ ജ്യൂസുകൾ ഇൻഡിവിജ്വലി ഇരുന്നത് എല്ലാം കൂടെ എടുത്ത് ഒരൊറ്റ കുപ്പിയിൽ ഒഴിച്ചു. വോളിയത്തിന് വ്യത്യാസമുണ്ടായോ? ഇല്ല. ആ ലോജിക്ക് ഉപയോഗിക്കുക. അപ്പം V27 ഇസ് ഈക്വൽ ടു V ന്യൂ സ്പിയർ എന്ന് കൊടുക്കുക കേട്ടോ. അപ്പം V27 എത്ര? 27 സ്പിയറുകളുടെ വോളിയം എത്ര? 37 പൈ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു പുതിയതിൻ്റെ വോളിയം എത്ര? ഒരൊറ്റ സ്പിയറാണ് 4/3 പൈ റേഡിയസ്. പുതിയ റേഡിയസ് എത്ര എന്ന് പറഞ്ഞാൽ ആർ ഡാഷിൻ്റെ ക്യൂബ്. നമുക്ക് ഇപ്പുറം കൊണ്ടുവരാം. ആർ ഡാഷ് ക്യൂബ് മാത്രം പുറത്ത് കിടക്കട്ടെ. ആർ ഡാഷ് ക്യൂബ് ഇവിടെ തന്നെ കിടക്കട്ടെ. ഇപ്പുറ സൈഡ് ഓൾറെഡി 36 പൈ ആർ ക്യൂബ് ഉണ്ട്. ഈ സൈഡിൽ ഡിവൈഡ് ചെയ്ത 3 ഇവിടെ വരുമ്പം × 3 ആകും. ന്യൂമറേറ്ററിൽ ആരുണ്ട്? 4ഉം പൈയും ഉണ്ട്. ഇപ്പുറ സൈഡ് വരുമ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് മാറും. പൈയും വെട്ടിക്കളയാം. 4ഉം 36ഉം കൂടെ വെട്ടിയാൽ 9 എന്ന് കിട്ടത്തില്ലേ? ഇനി നോക്ക് 9 × 3 എത്ര കിട്ടി? 27 ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ആർ ഡാഷ് ക്യൂബ് എന്ന് കിട്ടി. നമ്മുടെ ആവശ്യം എന്താണ്? ആർ ഡാഷ് എത്ര എന്നല്ലേ ചോദ്യം. അപ്പോൾ എന്തെഴുതാം? ക്യൂബ് ഇപ്പുറേ സൈഡിൽ വരും. നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ക്യൂബിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തെന്ന് വരും മോനെ മക്കളെ? 27 ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു ആർ ഡാഷ് ക്യൂബ് എന്ന് എഴുതുന്നതും ആർ ഡാഷ് ക്യൂബ് ഇസ് ഈക്വൽ ടു 27 ആർ ക്യൂബ് എന്ന് എഴുതുന്നതും സെയിമാ. 27 എന്തിൻ്റെ ക്യൂബാ മക്കളെ? ആർ ഡാഷ് ക്യൂബ് ഇസ് ഈക്വൽ ടു 3യുടെ ക്യൂബ് അല്ലേ? 3 × 3 9. 3 × 3 × 3 അല്ലേ 27. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിനെ 3 ക്യൂബ് × ആർ ക്യൂബ് എന്നെടുത്തൂടെ? എല്ലായിടും ക്യൂബ് ഉണ്ടല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആണ് ക്യൂബ് എടുക്കുക. അപ്പം നമുക്ക് എന്തെടുക്കാം? ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ ഇതെന്ത് പോകും? ക്യൂബുകളെല്ലാം നമുക്ക് വെട്ടിക്കളയാം. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം എത്തുമെന്ന് എനിക്കറിയത്തില്ല. പകരം ഞാൻ മിസ് ഇങ്ങനെ പറയുക. ആർ ഡാഷ് ക്യൂബ് ഇസ് ഈക്വൽ ടു ക്യൂബ് അപ്പുറേ പോകുമ്പോൾ എന്താ മക്കളെ? സ്ക്വയർ അപ്പുറേ പോകുമ്പോൾ സ്ക്വയർ റൂട്ട് ആവുന്നില്ലേ? അതുപോലെ ക്യൂബ് അപ്പുറേ പോകുമ്പോൾ ക്യൂബ് റൂട്ട് ഇങ്ങനെ എഴുതുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് 27 ആർ ക്യൂബ്. സ്ക്വയർ റൂട്ടിൻ്റെ പ്രത്യേകത എന്താ? 2 തവണ എഴുതുമ്പോൾ എഫക്റ്റീവ് 1ൻ്റെ എഫക്റ്റാണ് കിട്ടുന്നത് അല്ലേ? കുറച്ച് മുമ്പിലത്തെ പ്രോബ്ലം നോക്കിക്കേ. ഇത് സ്ക്വയർ റൂട്ടായിരുന്നു. സ്ക്വയർ ഇപ്പുറേ വന്നപ്പോൾ 2 തവണയ്ക്ക് പകരം 1 തവണ. എഗെയിൻ 2 തവണയ്ക്ക് പകരം 1 തവണ. 2 തവണയ്ക്ക് പകരം 1 തവണ. അത് സ്ക്വയർ റൂട്ട് ആയപ്പോഴാണ്. ക്യൂബ് റൂട്ട് ആകുമ്പോൾ എന്താ? 3 തവണയ്ക്ക് പകരം 1 തവണ. 27 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അപ്പം ഞാൻ എഴുതുക ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറഞ്ഞാൽ 3 × 3 × 3. ആർ ക്യൂബ് എന്ന് വെച്ചാൽ എന്നാ? ആർ × ആർ × ആർ. ക്യൂബ് റൂട്ടിൻ്റെ പ്രത്യേകത എന്താ? 3 തവണ വരുന്നതിന് പകരം 1 തവണ. 3 എന്ന് പറയുന്നത് 3 ടൈംസ് വന്നിട്ടുണ്ട്. എഫക്റ്റീവ്ലി 1 ഒരു 3 എഴുതിയാൽ മതി. 6 എന്ന് പറയുന്നതും 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എഫക്റ്റീവ്ലി 1 6 എഴുതിയാൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടി? ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 3R. ക്ലിയർ ആയോ? അപ്പം എന്താണ് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് മീൻസ്?
സെയിം വോളിയം ആയിരിക്കും. ഓക്കെ, ഒരു എന്തെങ്കിലുമൊക്കെ ഉരുക്കി പുതിയൊരു ഫോം ഉണ്ടാക്കിയാൽ പഴയ വോളിയം പുതിയ വോളിയം സെയിം ആണ്. അവർ പറഞ്ഞു 27 സ്പിയർ ഉണ്ട്, ഓരോ സ്പിയറിനും 6 റേഡിയസ്. അപ്പം നമ്മൾ പറഞ്ഞു സ്പിയറിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ്. അപ്പോൾ 27 സ്പിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 27 × 4/3 പൈ ആർ ക്യൂബ് ആണ്. ക്യാൻസൽ ചെയ്തൊക്കെ എഴുതി വെച്ചു. ഇനി എന്താ, പുതിയതിൻ്റെ റേഡിയസ് r' ആണെന്ന് പറഞ്ഞു. അപ്പം 27 സ്പിയറിൻ്റെ വോളിയം ഇസ് ഈക്വൽ ടു പുതിയ സ്പിയറിൻ്റെ വോളിയം. അപ്പം അതിൻ്റെ ഇക്വേറ്റ് ചെയ്തു, r' ക്യൂബ് കിട്ടി. ഇപ്പറേ വന്നു ക്യൂബ് റൂട്ട് എടുത്തു, റേഡിയസ് കിട്ടി. അപ്പോൾ അവരുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, റേഡിയസ് r'. വില കിട്ടിയില്ലേ, എന്തെന്നാ കിട്ടിയേ, 3r. r' ഇസ് ഈക്വൽ ടു 3r. ഇനി അടുത്തത് സെയിം S ബാർ ആണ് ചോദ്യം. S എന്താ, സർഫസ് ഏരിയ ഓഫ് കുഞ്ഞി സ്പിയർ, ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ. അപ്പോൾ എത്ര, ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ 4πr² ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഒരു സ്പിയർ, ആ വലിയ സ്പിയറിന്റെ സർഫസ് ഏരിയ എന്ത് വരും, 4πr'². 4ഉം 4ഉം വെട്ടിപ്പോവും, പൈയും വെട്ടിപ്പോവും. വെച്ച് വന്നിട്ടുണ്ട് r²/r'² ഇസ് ഈക്വൽ ടു r² എത്ര മക്കളെ, 3r അല്ലേ. അപ്പം 3r² ഇസ് ഈക്വൽ ടു r² ഇതെന്താ, 3r² എന്ന് പറഞ്ഞാൽ 3² × r². 3² എത്ര, 9. r² എത്ര, r² തന്നെ വെട്ടിപ്പോവും. മിച്ചം എന്ത് കിട്ടും, മുകളിൽ 1 ഉണ്ട്, താഴെ 9 ഉണ്ട്, 1/9. അപ്പോൾ റേഷ്യോ ചോദിച്ചാൽ എന്താ, റേഷ്യോ 1:9. റേഷ്യോ എന്ന് പറയുമ്പോൾ ഈസ്റ്റു കാണിക്കണം. S' ഇസ് ഈക്വൽ ടു 1:9. ചുരുക്കം പറഞ്ഞാൽ പഴയ സർഫസ് ഏരിയ, പഴയ ആ കുഞ്ഞി സ്പിയറിൻ്റെ സർഫസ് ഏരിയയുടെ 9 ഇരട്ടിയുള്ള സർഫസ് ഏരിയ ആണ് പുതിയതിൻ്റെ. ക്ലിയർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എല്ലാം അങ്ങ് എടുത്തത് ഓരോന്നും ഡിഫറെൻറ്റ് ടൈപ്പാണ് കേട്ടോ. എ ക്യാപ്സൂൾ മെഷീൻ ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്പിയർ ആണ്. ഡയമീറ്റർ തന്നു. അപ്പോൾ തന്നെ നമുക്ക് എന്ത് എഴുതാം, ഡയമീറ്റർ D is equal to 3.5 millimeter. ഹൗ മച്ച് മെഡിസിൻ, ഹൗ മച്ച് വന്നാൽ എന്തെന്നാ പറഞ്ഞേ, വോളിയമാണ്. വോളിയത്തെ കുറിച്ചാണ് ചോദ്യം. നീഡഡ് ടു ഫിൽ ദിസ് ക്യാപ്സൂൾ. അവർ ഇൻ മില്ലിമീറ്റർ ക്യൂബ് വരുമ്പോൾ തന്നെ ഓർത്തോണം എന്താണ്, ക്യൂബ് വരുമ്പോൾ തന്നെ എന്താണ്, വോളിയമാണ്. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വോളിയം കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഡയമീറ്റർ തന്ന സ്ഥിതിക്ക് നമുക്ക് റേഡിയസ് എഴുതിക്കൂടെ. റേഡിയസ് ഇസ് ഈക്വൽ ടു 3.5/2. പകുതി എടുത്താൽ പോരെ. 3.5/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 1.75 എന്ത്, മില്ലിമീറ്റർ. റേഡിയസ് തന്നാൽ വോളിയം കണ്ടുപിടിച്ചൂടെ. എന്ത് ഷേപ്പാ, സ്പിയർ ആണ്. വോളിയം ഇസ് ഈക്വൽ ടു സ്പിയറിൻ്റെ എത്ര, 4/3 πr³ ഇസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ എത്ര, 22/7 ഇൻറ്റു r എത്ര, 1.75. അപ്പോൾ അതിൻ്റെ ക്യൂബ് 1.75ൻ്റെ ക്യൂബ്. മക്കളെ ഇതിനെ വെട്ടിയൊക്കെ കളയാം, അല്ലെന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ചെയ്തോ. 4 ഇൻറ്റു, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, 4 ഇൻറ്റു 22 ഇൻറ്റു 1.75ൻ്റെ ക്യൂബ്, 1.75ൻ്റെ ക്യൂബ് കിട്ടുന്നത് 471.625 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 21. അപ്പോൾ 21 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് 22.483. അത്ര എന്ത്, എല്ലാം മില്ലിമീറ്ററിലായിരുന്നു. അപ്പോൾ വോളിയം മില്ലിമീറ്റർ ക്യൂബിലാണ്. അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇൻ മില്ലിമീറ്റർ ക്യൂബ് കണ്ടുപിടിച്ചാൽ മതി, അല്ല നിങ്ങൾ യൂണിറ്റ് കൺവേർഷൻ ഒന്നും പോകണ്ട. ഇതൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ വലുതാണ്. ഇവരുടെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്ക് ശരിക്കും ഈ ചാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ് 10th ബേസ് തരിക, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കാൽക്കുലേഷൻ കപ്പാസിറ്റി കൂട്ടി എടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്, സ്പിയർ ആൻഡ്
ഹെമിസ്ഫിയർ അത്രയും ടോപ്പിക്കും തീർന്നിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. താങ്ക് യു.